അതെ അതെ ജയറാജ് ചേട്ടൻ പൊന്തിക്കുന്നുണ്ട് കേട്ടോ. ജയറാജ് നല്ല ഹെൽത്തി പേഴ്സൺ ആണ്, കുഴപ്പമില്ല. ഹെൽത്ത് ബേസിൽ വെൽത്തിയാണ്. അപ്പൊ വേറെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ ഇരിക്കുകയാണ്. ഡിസ്കിനൊക്കെ കംപ്ലൈന്റ് ഉള്ളവർക്ക് എന്തോ വേദനയൊക്കെ മാറുന്നൊരു സംഭവം എന്നാണ് പറയുന്നത്. പേരൊന്നും എനിക്ക് അറിയത്തില്ല, അറിയാത്ത പേര് ഞാൻ പറയാൻ പാടില്ല. അപ്പൊ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. എന്റെ സ്പീഡ് കൂട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കോൺഫിഡൻസ് പോരാ. എങ്ങാനും വീണാൽ എന്ത് ചെയ്യും? ട്രൈ ചെയ്യാം. ഹായ് പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, അപ്പൊ ഞാൻ മറ്റൊരു എക്യുപ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ നമ്മള് റേറ്റിങ്ങിനെ കൊടുക്കുകയാണ്. അയ്യോ എവിടെ അപ്പൊ ഞാൻ ഇത് ട്രൈ ചെയ്യണം. നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ട്രൈ ചെയ്യണേ. അടിപൊളി. ചെരുപ്പാകുമ്പോഴേ ബലം കിട്ടും. ചെരുപ്പ് വേണമെന്നില്ലല്ലോ. അല്ല മോള് നോക്കി നോക്കൂ. ചെരുപ്പാകുമ്പോ നല്ല കുഴപ്പമില്ല. ഇവിടെയാ അവിടെ എവിടെയാലും. ഇനി ഞാൻ പുതിയൊരു സംഭവം പരിചയപ്പെടുത്തുകയാണ്. ഇതിനൊന്നും പേരാരും ചോദിക്കരുത്. അറിയാതെ നിങ്ങൾ എല്ലാവരും വന്ന് കമന്റ് ബോക്സിൽ എഴുതുക. ഞാനിതെല്ലാം കൂടെ ഒറ്റ വീഡിയോ ചെയ്ത് നിങ്ങളെയൊക്കെ കാണിക്കാം കേട്ടോ. അപ്പൊ ഇത് കാലിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അല്ല എന്റെ കാലിന് ഇത്ര നീളമേ ഉള്ളൂ. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എത്രത്തോളം നീളാത്തതിന്റെ പേരിലാണ് നേരത്തെ ഹാഫ് റൊട്ടേറ്റിംഗ് വന്നത് സംഭവം. അപ്പൊ അത് ഫുള്ളായിട്ട് പറ്റും. ഈ ഫുൾ ഇത് ഓക്കെ. ഇതിന്റെ പേര് എനിക്കറിയില്ല. ആക്ടിവിറ്റീസ് ശ്യാമേട്ടനും പിന്നെ ജയരാജേട്ടനും പിന്നെ ആരായിരുന്നു കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണേ. 18ാം പടി കയറുന്ന പോലെ ഞാനങ്ങ് കയറി. ഇവരെല്ലാം കൂടെ എടുത്തു കയറ്റിന്ന് വേണം പറയാൻ കേട്ടോ. അത് ഒരു സൈഡിൽ ജയരാജേട്ടനും ഒരു സൈഡിൽ ശ്യാമേട്ടനും കൂടെ പിടിച്ചിരിക്കണം. അയ്യോ ശ്യാമേട്ടന്റെ കാല് ഇറങ്ങി. ഇല്ല ഇനി ചവിട്ടിക്കളോ. അതൊന്നും ഒരു കുഴപ്പമില്ല. ഈ ലിവറിലാണ് നമ്മുടെ ഇതിരിക്കുന്നത്. ആ കൈ ഒന്നിനെ പിടിക്കുന്നു, അതേപോലെ കാലും ഇല്ല താഴെ കാണുന്നു. എന്റെ കാല് വേദനിക്കണം.